ഹായ് കുട്ടീസ്, നമുക്കിന്ന് ഇംഗ്ലീഷിലെ സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള ബി പഠിച്ചാലോ? ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ലെറ്റേഴ്സിനും എന്തുണ്ടായിരിക്കും? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, പിന്നെ ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവും അല്ലെ? അതുപോലെ ബി എന്ന് പറഞ്ഞ ലെറ്ററിന് എന്തുണ്ടായിരിക്കും? വെരി ഗുഡ്, ബിക്ക് എന്തുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? യെസ്, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആർ യു റെഡി? യെസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും ഇവിടെ നിന്ന് നോക്കിക്കേ. ഇതാണ് ബി ലെറ്റർ. പക്ഷെ ഇതിൽ ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് സ്മോൾ ആണ്. അത് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാരും കൂടെ ശ്രദ്ധിച്ചിരിക്കണേ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ബി, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ഏത് ബി ആണെന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ഇനി ബി ലെറ്ററിന്റെ സൗണ്ട് പഠിച്ചാലോ? ബി സൗണ്ട് ബ, ബി സൗണ്ട് ബ. ഒന്ന് പറഞ്ഞേ, ബ ബ ബ. ഓക്കെ, ബിയുടെ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ബി സൗണ്ട് ബ, ബി സൗണ്ട് ബ. ഇനി നമുക്ക് ബി ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചിത്രങ്ങൾ തന്നെയാണ്. നമുക്ക് ആ ചിത്രങ്ങൾ ഒന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് വൺ, ഇതൊരു വെഹിക്കിൾ ആണ് അല്ലെ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വെഹിക്കിൾ ആണ്. നമ്മള് എ ലെറ്റർ വെച്ചിട്ട് ഒരു വെഹിക്കിളിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ്? വെരി ഗുഡ്, എയ്റോപ്ലെയിൻ. വെരി ഗുഡ്. ഇനി നമ്മള് ബി ലെറ്റർ വെച്ചിട്ട് ഒരു വെഹിക്കിളിന്റെ പേര് പഠിക്കാൻ പോവാണ്. എന്താ വെഹിക്കിൾ എന്ന് പറഞ്ഞേ? ബസ്. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, ബസ്. ഒന്നുകൂടെ പറഞ്ഞേ, ബസ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ബസ്. ഞാൻ ഈ ബസ് ഇവിടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ബി ലെറ്റർ വെച്ചിട്ട് ബസ് പഠിച്ചു. നമുക്കിനി രണ്ടാമത്തെ ചിത്രം നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. എന്താണത്? ബലൂൺ. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, ബലൂൺ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ബലൂൺ. ഓക്കെ, ഞാന് ബസിന്റെ തൊട്ടടുത്ത് ബലൂൺ ഒട്ടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് ബസ്, ബലൂൺ പഠിച്ചു. നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. എന്താണ്? നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കും. എന്താണ് എന്ന് പറഞ്ഞേ? പറയൂ, അതന്നെ പറയൂ. ബോൾ. വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ, ബോൾ. ആരൊക്കെ ബോൾ വെച്ച് കളിച്ചിട്ടുണ്ട്? എല്ലാവരും കളിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇനി ഞാന് ബലൂണിന്റെ തൊട്ടടുത്ത് ബോൾ ഒട്ടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് 3 ചിത്രങ്ങളുടെ പേരുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബസ്, ബലൂൺ, ബോൾ. ഇനി നമുക്ക് ലാസ്റ്റ് ചിത്രം നോക്കിയാലോ? ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെയാണ്. നമ്മൾ കളിക്കാൻ ഉപയോഗിക്കും. ഏതാണ് ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ? ആർക്കെങ്കിലും അറിയോ? അവർക്ക് പറയൂ. ബാറ്റ്. വെരി ഗുഡ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ബാറ്റ്, ബാറ്റ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ബാറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ബാറ്റ് വെച്ചിട്ട് കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ. ഏതാണ്? ഫുട്ബോൾ ആണോ? അല്ല. ഏതാണ്? ക്രിക്കറ്റ്. വെരി ഗുഡ്. ക്രിക്കറ്റ് കളിക്കാനാണ് ബാറ്റ് ഉപയോഗിക്കാറ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഞാന് ബോളിന്റെ തൊട്ടടുത്ത് ബാറ്റ് ഒട്ടിക്കാണ് കേട്ടോ. ബി ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ബസ്, ബലൂൺ, ബോൾ, ബാറ്റ്. ഓക്കെ, ഈ 4 ചിത്രങ്ങളും ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. രാമു എന്ന് പറയുന്ന ഒരു കുട്ടി, നിങ്ങളെ പോലുള്ള ഒരു കുട്ടി ബസ്സില് ഉത്സവത്തിന് പോയി. ഉത്സവത്തിന് പോകുമ്പോഴെന്താ, ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും അല്ലെ? രാമു അവിടുന്ന് ബലൂൺ വാങ്ങി, ബോൾ വാങ്ങി, ബാറ്റ് വാങ്ങി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരാം. രാമു ബസ്സില് ഉത്സവത്തിന് പോയി. അവിടുന്ന് എന്തൊക്കെയാ വാങ്ങിയത്? ബലൂൺ വാങ്ങി, ബോൾ വാങ്ങി, ബാറ്റ് വാങ്ങി. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ നിങ്ങള് ഈ ചിത്രം മറക്കൂല. ഓക്കെ, ഇനി നമുക്ക് ബി ലെറ്റർ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? എളുപ്പമാണ്
എഴുതാൻ കഴിയും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ആദ്യം ഞാന് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് എഴുതാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, വീണ്ടും ഒരു ലെഫ്റ്റ് കർവ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാൻഡിങ് ലൈൻ, നിങ്ങളും ഇതുപോലെ പറഞ്ഞിട്ട് എഴുതണേ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, അഗൈൻ ലെഫ്റ്റ് കർവ്. ഒരെട്ടോടി കാണിച്ചു തരാം. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, അഗൈൻ ലെഫ്റ്റ് കർവ്. ഇനി സ്മോൾ ലെറ്റർ ബി എങ്ങനെ എഴുതാന്ന് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഇനി നിങ്ങൾ സ്ലേറ്റിൽ എഴുതിക്കൂടെ? എല്ലാവർക്കും എഴുതിക്കൂടെ? ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നേ. അതില് ബി ലെറ്റർ കൊടുത്തത് കണ്ടോ? ഈ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടോ? അതില് ഇതുപോലെ വെള്ള കളറില് ഒരു ക്യാപിറ്റൽ ലെറ്റർ ബിയും ഒരു സ്മോൾ ലെറ്റർ ബിയും കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ വെള്ള കളറിൽ കൊടുക്കുന്ന നമ്മൾ എന്താ ചെയ്യാറ്? ആ കളറ് ചെയ്തിട്ട് സുന്ദരനാക്കി മാറ്റൂല്ലേ? അപ്പൊ ഞാനിവിടെ കളർ ചെയ്യാൻ പോവാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാട്ടോ. ഞാനിവിടെ ഗ്രീനും അതുപോലെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാട്ടോ. ഞാനിവിടെ ഗ്രീൻ കളർ വെച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ ബിയെ സുന്ദരനാക്കി മാറ്റാൻ പോവാണേ. ഇവിടെ നോക്കിക്കേ, ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ബി ലെറ്ററിനെ സുന്ദരനാക്കി മാറ്റി. നിങ്ങൾ ഇതുപോലെ ചെയ്യണേ. ഇനി സ്മോൾ ലെറ്റർ ബിയെ ബ്രൗൺ കളർ വെച്ചിട്ട് കളർ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഇവിടെ നോക്കിക്കേ, കളർ ചെയ്തപ്പോ ബി ലെറ്റേഴ്സ് എത്ര സുന്ദരനായില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളും ഇതുപോലെ ചെയ്യണേ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ബി ലെറ്റർ പഠിച്ചു അല്ലെ? എന്നിവിടെ നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞത് ഏത് ബി ആണ്? വെരി ഗുഡ്, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ഒന്നുകൂടെ പറഞ്ഞേ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. പിന്നെ നമ്മള് ബിക്ക് ഒരു സൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ബി സൗണ്ട്? ബി സൗണ്ട് ബ. എന്നിട്ട് പറഞ്ഞേ, ബ ബ ബ, ബി സൗണ്ട് ബ. ഓക്കെ, പിന്നെ നമ്മള് ബി ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ബി ഫോർ ബസ്, ബി ഫോർ ബലൂൺ, ബി ഫോർ ബോൾ, ബി ഫോർ കാറ്റ്. എന്നിട്ടൊന്ന് പറഞ്ഞേ, ബസ്, ബലൂൺ, ബോൾ, ബാറ്റ്. ഈ 4 പിക്ചേഴ്സും ഓർത്തിരിക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ എന്തായിരുന്നു അത്? വെരി ഗുഡ്. രാമു ബസ്സില് ഉത്സവത്തിന് പോയി. അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിയത്? ബലൂൺ വാങ്ങി, ബോൾ വാങ്ങി, ബാറ്റ് വാങ്ങി. ഒന്നുകൂടെ പറഞ്ഞുതരാം. രാമു ബസ്സില് ഉത്സവത്തിന് പോയി, ബലൂൺ വാങ്ങി, ബോൾ വാങ്ങി, ബാറ്റ് വാങ്ങി. ഓക്കെ, ഓർക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മള് ബി ലെറ്റർ എഴുതാൻ പഠിച്ചു അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ ബി എങ്ങനെയാണ് എഴുതാറ്? ഒന്ന് നോക്കിക്കേ. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, അഗൈൻ വീണ്ടും ഒരു ലെഫ്റ്റ് കർവ്. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, ലെഫ്റ്റ് കർവ്. ഓക്കെ, പിന്നെ നമ്മള് സ്മോൾ ലെറ്റർ ബി പഠിച്ചു. സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്, സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റ് കർവ്. എളുപ്പല്ലേ? ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെ? എളുപ്പല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, എല്ലാവരും പഠിച്ചു അല്ലെ? ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? എല്ലാവരും സ്ലേറ്റ് എടുത്തോ. അതില് ഒരു ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റർ ബിയും മറുഭാഗത്ത് സ്മോൾ ലെറ്റർ ബിയും പറഞ്ഞിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, എന്നാ വേഗം സ്ലേറ്റ് എടുത്തോളൂ, എഴുതിക്കോളൂ, പഠിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. രാമു ഒരു ദിവസം ബസ്സിൽ ഉത്സവത്തിന് പോയി. അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ അവിടുന്ന് ബോൾ വാങ്ങി, ബലൂൺ വാങ്ങി, ബാറ്റ് വാങ്ങി.